ഹായ്. കോമ്പറ്റൻ്റായ വുമനെ കുറിച്ച് ഒരു സത്യം പറയും. പ്രൊമോഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അവർക്ക് ആരും പറഞ്ഞു കൊടുക്കാറില്ല. നമ്മളോടൊക്കെ എന്താ പറയുക ജോലി സ്ഥലത്ത്? വർക്ക് ഹാർഡ് ചെയ്യൂ, റിസൾട്ട് കാണിക്കുക, ബി എ ടീം പ്ലെയർ. എന്നിട്ട് പറയും എന്താണ്? നിൻ്റെ ടൈം വരും. അപ്പോൾ അവൾ എന്താ ചെയ്യുക? വർഷങ്ങളായി സൈലൻ്റായി വർക്ക് ചെയ്യും. ആരും ചോദിക്കാതെ തന്നെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റീസ് തലയിൽ ഏറ്റെടുക്കും. ആൻഡ് ഓൾസോ ഷീ വെയിറ്റ്സ് ഫോർ ദ റൈറ്റ് ടാപ്പ് ഓൺ ദ ഷോൾഡർ. പക്ഷേ ഇവിടെ ഒരു ഹാഷ് ട്രൂത്ത് ഉണ്ട്. പ്രൊമോഷൻസ് നിങ്ങളുടെ പാസ്റ്റ് പെർഫോമൻസിനെ അല്ല റിവാർഡ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യലിനെയാണ് നോക്കുന്നത്. ലീഡേഴ്സ് നോക്കുന്നത് എന്താണ്? നിങ്ങൾ എന്തു ചെയ്യുന്നത് എന്നല്ല. അവർ ചിന്തിക്കുന്നത് എന്താണ്? ക്യാൻ ഐ സീ ഹർ അറ്റ് ദ നെക്സ്റ്റ് ലെവൽ എന്നാണ്. അപ്പം ആ ഇമേജ് നിങ്ങൾ അപ്രൈസൽ മീറ്റിങ്ങിൽ മാത്രം ബിൽഡ് ചെയ്യുന്നതല്ല. അത് ചെയ്യേണ്ടത് നിങ്ങളുടെ കോൺവെർസേഷൻസിൽ, മീറ്റിങ്സിൽ നിങ്ങളുടെ പ്രസൻസ് അറിയിക്കുക, നിങ്ങൾ എങ്ങനെ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യുന്നു എന്നതിലാണ്. ഹാർഡ് വർക്ക് ഇസ് ജസ്റ്റ് ദ എൻട്രി ടിക്കറ്റ്, ഇറ്റ്സ് നോട്ട് ദ വിന്നിങ് പ്രൈസ്. ഫാസ്റ്റായി ഗ്രോ ചെയ്യുന്ന വുമൺ എന്താണ് ഡിഫറെൻ്റായി ചെയ്യുന്നത്? ഇതിനതോ ഗെയിം. വിസിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. റിലേഷൻഷിപ്പ് മാറ്റേഴ്സ്. സ്പീക്കപ്പ് ചെയ്യണം. ഇതിന് പൊളിറ്റിക്സ് എന്ന് വിളിച്ച് പറയരുത്. ഇതാണ് മോഡേൺ ഓർഗനൈസേഷൻ. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് റിയാലിറ്റി. അതുകൊണ്ട് ആരും നിങ്ങളെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. സ്റ്റാർട്ട് ഷോയിങ് അപ്പ്, സ്റ്റാർട്ട് ബീയിങ് സീൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെയാണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? ഇറ്റ്സ് ടൈം ടു ചേഞ്ച് യുവർ സ്ട്രാറ്റജി. കം ആൻഡ് ഗ്രോ ആൻഡ് ലെറ്റ്സ് ടോക്ക്.